പോലും എല്ലാ പടത്തിലും താൻ സെയിം സ്റ്റെപ്പ് തന്നെ ഉപയോഗിക്കും. നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ വിഘ്നേഷ് കൈപ്പൂട്. പ്രധാന വാർത്തകൾ. പ്ലാസ്റ്റിക് സർജറിക്ക് കേരളത്തിൽ വിടാം. പ്ലാസ്റ്റിക് നിരോധനത്തെ തുടർന്നാണ് പ്ലാസ്റ്റിക് സർജറി കേരളത്തിലെ ആശുപത്രികൾ നിർത്തലാക്കിയത്. കൂടുതൽ വാർത്തകൾ വിശദമായി. കേരളം 3 പുതിയ യുദ്ധവിമാനങ്ങൾ പരീക്ഷണ പറക്കൽ നടത്തി. 1 എയിലും 2 സിയിലും 3 ബിയിലും പഠിക്കുന്ന കുട്ടികളാണ് ബുക്കിൽ നിന്നും പേപ്പർ വലിച്ചു കയറി പരീക്ഷണ പറക്കൽ നടത്തിയത്. ആളപായം രേഖ. വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കുട്ടികളുടെ ഭാഗത്ത് പെട്ടെന്ന് കയറിയാലോ? ഹലോ, എന്താണ് പേര്? അനന്യാണ് വന്നിട്ടുള്ളത്. അനന്യക്ക് നല്ലൊരു കൈയടി കൊടുക്കാൻ എന്തായാലും. ഓക്കെ, അനന്യ ഇതിനെ വിളിച്ചെന്നറിയോ? അറിയില്ല. സാധാരണ ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരെങ്കിലും ഒരാൾക്ക് മാജിക് പഠിപ്പിച്ചു കൊടുക്കും. സാധാരണ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ മാജിക് പഠിക്കുന്നത്. അപ്പൊ ഒരു മാജിക് പഠിപ്പിക്കാനോ വിളിച്ചു. പഠിക്കാനോ? എത്രയിലാണ് പഠിക്കുന്നത്? 7ലാണ്. എത്ര വർഷമായി 7ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? 1 വർഷമായോ? മോളെ അനന്യാണ് അല്ലേ? റെഡി? മാജിക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് മോളെ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. മോള് എന്റെ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചത്. ഈ പ്രോഗ്രാമിന്റെ മാജിക് ഷോ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് വിളിച്ചത്. റെഡിയാണോ? അപ്പൊ എന്റെ ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ മോൾക്ക് പരിചയപ്പെടുന്നത് എന്റെ കയ്യിൽ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടല്ലേ മോളെ? സ്റ്റീലാണോ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ ചെക്ക്
ചെയ്യണം. പ്ലാസ്റ്റിക് ആണ്, സ്റ്റീലാണെന്ന് പറഞ്ഞപ്പോൾ ഇത് പറയുന്നില്ല. ഓക്കെ, ഞാൻ എന്താണ് പറയുന്നത് അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഒരു ഗ്ലാസ് ആണ്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എം ടി ആണ് അല്ലെ. ഇനി ഞാൻ നോട്ട് തരുന്നത് ഒരു കത്രികയാണ്. ഓക്കെ, ഇനി മോള് ചെയ്യേണ്ട ഇത്ര മാത്രം. ആ കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഈ ഗ്ലാസിനെ 14 കഷ്ണമായിട്ട് മുറിക്കണം. റെഡിയാണോ? എന്തിനും റെഡിയായിട്ടാ വന്നിട്ടുള്ളത്. അതൊന്നും അല്ല പോലെ, അതല്ല പറഞ്ഞു തീരുമാനം ചെയ്യാം. അതൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കയ്യില് ഒരു മാലയുണ്ട്. ഓക്കെ, ഒരു മാല എന്ന് പറയുന്നത് കുറെ അധികം മുത്തുകൾ പുറത്തിറക്കുമ്പോഴാണ് ഒരു മാല ഉണ്ടാകുന്നത് അല്ലെ. നമ്മുടെ കുടുംബം പോലെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം. ശരിയല്ലേ? അതെ, ആണോ കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞ അനുഭവമല്ലേ ഉണ്ടാവുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളൊരു ഭംഗിയുള്ള മാലയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ മാജിക് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത്. അല്ലാത്ത രീതിയിൽ പദ്ധതിയിൽ നിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ റിബൺ മുറിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ മാജിക് ആയതുകൊണ്ട് തന്നെ ഒരു മാല മുറിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ മാല വളരെ ഭംഗിയായിട്ട് അനന്യ മോള് മുറിച്ചിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ആ ഗ്ലാസ് ഒന്ന് കാണിക്കാമോ? ആ ഗ്ലാസിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്ന് കൂട്ടി പിടിച്ചേ. ഓക്കെ, ഇങ്ങോട്ട് കാണിച്ചു. ഓക്കെ, ഇനി ഈ ഗ്ലാസ് പിടിച്ചോ. ഓക്കെ, ഈ ഗ്ലാസ്സിനകത്തേക്ക് ആ മുത്തുകളെല്ലാം തന്നെ ഇടുന്നുണ്ട്. പിടിച്ചോ. ഓക്കെ, അതിനുശേഷം അതിന്റെ ആ കൽപ്പീസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, ഇനി പിടിച്ചോ. ഈ ആ ത്രെഡ് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ക്ലിയർ? ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാജിക് ചെയ്യുന്നത് ഞാനല്ല, അനന്യയാണ്. മനസ്സിലായോ? ഓക്കെ, ആ നാട്ടിൽ തന്നെ ഇടുന്നുണ്ട്. പിടിച്ചോളൂ, വളരെ ടൈറ്റ് ചെയ്ത് പിടിച്ചോളൂ. സോ മാജിക് നമ്മൾ ആരംഭിക്കുകയാണ്. മാജിക് എന്ന് പറയുമ്പോൾ മന്ത്രമുണ്ട്. അനന്യ, മാജിക്കിന്റെ മന്ത്രം എങ്ങനെയാണ്? അബ്രാക്കഡബ്ര, ഹോക്കസ് പോക്കസ് 1 2 3. ഇനി വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് മാജിക് എന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതല്ല, മറിച്ച് തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് മാജിക് എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ അവതരണ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് സന്തോഷപ്പെടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മാജിക്കിലേക്ക് കിടക്കാം. കോമഡിയാണോ ഇഷ്ടം, ഹൊററാണോ ഇഷ്ടം? കോമഡിയോട്ടേക്ക് വന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. റെഡിയല്ലേ? ഗ്ലാസ് ഇങ്ങനെ വലത് കൈയിലേക്ക് പിടിക്കുക. 1 2 3. പതുക്കെ ഗ്ലാസ് ഇടത് കൈയിലേക്ക് മാറ്റുക. അതിനുശേഷം വലത് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 1 2 3. ഇനി വലത് കൈ കൊണ്ട് പതുക്കെ വായ അടച്ചു പിടിക്കാമോ? സോറി, ഗ്ലാസിന്റെ വായ. നന്നായിട്ട് ഷേക്ക് ചെയ്ത്, നന്നായിട്ട് ഷേക്ക് ചെയ്ത്. ഓക്കെ, ഗുഡ്. അപ്പൊ മാജിക് സംഭവിച്ചോ? നമുക്ക് നോക്കാം. ഓക്കെ, തന്നോ. ഈ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് 20 മുത്തുകളാണുള്ളത്. അതിനകത്ത് എത്ര മുത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. 1 2 3 ക്യാച്ച്. ചെയ്യണം കേട്ടോ. താങ്ക് യു. ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ള പ്രേമത്തിലൊരു ഡയലോഗാണ്. ഏതായിരുന്നു? ഏതാ പ്രേമത്തിന്റെ ഡയലോഗ്? ഏതാ? വളരെ സിമ്പിൾ, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലെ. വളരെ സേഫ് ആണ്. മനസ്സിലാവുന്നതല്ലോ, അതല്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണം. എല്ലാവരോടും മനസ്സിലായില്ലെങ്കിൽ പറയണം. നിങ്ങളുടെ അക്ഷോക്കിന് 25-ാമത്തെ പേജിൽ ജനങ്ങളുടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചയും പുറത്തച്ഛനും ഒരു പട്ടിയുടെ ഫോട്ടോ ആണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ പോലീസ് കഥാപാത്രത്തെ അവതരിച്ച വിവിൻ പോൾ. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ബോധം നൽകണം, ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും. പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ കോളേജിൽ ഞാൻ ആ പണി വേണം വെച്ചത് നിന്നെ ചെറിക്കാനല്ല. ഇനി നീ ഒന്ന് വലിയ വർത്തനമല്ല, നീ കാലിൽ വെച്ചിരിക്കേ. ഈ ശബ്ദം അനുകരിക്കുമ്പോൾ നമുക്കൊരു സമയത്ത് ശബ്ദമാകില്ല. ഇവിടെ ഞാൻ ഒരു താരാട്ട് പാടിനപ്പോൾ പല ശബ്ദങ്ങളിലുണ്ട്. ഒരു താരാട്ട് പാടിനപ്പോൾ വിവിധ ശബ്ദങ്ങൾ വരുന്ന
സമയത്ത് മ്യൂസിക് കൂടി ഒരു സമയത്ത് നമുക്ക് മലയാളം തമിഴ് സിനിമയിലെ കുറച്ച് പാട്ടുകളുടെ വോയിസ് കേൾക്കുന്ന ആദ്യമായിട്ട് KS ജോർജ് തമിഴ് മലയാളത്തിൽ പ്രവേശിച്ചു. നമ്മുടെ AM രാജ സബ്രിൻ മാസ്റ്റർ സംബന്ധിക്കുന്ന പഴയൊരു ഗായകയിലേക്ക് ശ്രീ AM ശ്രീനിവാസ് മലയാളത്തിൽ ശ്രീ ശ്രീനിവാസ് സകലകലാവരത്തിന് ഞാൻ സിനിമയിലെ സുഹൃത്താരം കമലഹാസന്റെ ശബ്ദമടിക്കും. കൺമണി நான் இழந்த மணல் இந்த மாதிரி உணர்ந்த பிள்ளை இந்த மாதிரி காதல் அவையும் தாண்டி கண்மணி அன்போடு காதல் நான் எழுது தெரியுமா அபிராமி அபிராமி ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രയൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സിനിമ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ഇംഗ്ലീഷ് സിനിമ മലയാളത്തിലേക്ക് തമിഴിലേക്ക് വരുമ്പോൾ വ്യത്യാസമാണ്. ഒരു ഇംഗ്ലീഷ് ആക്ഷൻ മൂവി അപ്പോൾ ഒരു സിനിമ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു തമിഴ് സിനിമയിലേക്ക്, അതായത് ജുറാസിക് പാർക്ക് തമിഴ്നാട്ടിൽ ഓടിയ തമിഴായിരുന്നു. ജുറാസിക് പാർക്ക് തമിഴിലേക്ക് വന്നപ്പോഴേക്കും ஐயா பெரிய ஓந்து வந்தா ஜோடிங்களா
നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ട്. ഡാൻസ് കളിക്കാൻ ആൾക്കാരൊക്കെ റെഡി. താരക പെണ്ണാളെ കതിരാടും താങ്ക് യു സോ മച്ച്. നല്ല നിറഞ്ഞൊരു കൈയടി അദ്ദേഹത്തിന് കൊടുക്കാം. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നമ്മുടെ പാലക്കാടിൽ ആരംഭിക്കുന്ന കലാകാരനാണ് വിഘ്നേഷ് കരിക്കോട്. വിഘ്നേഷ് ഈ ഒരു ഐറ്റം ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ഒറിജിനൽ ബ്ലേഡ് ആണോ അതോ ചുമ
എന്താ പറയുക ലോക്കൽ തട്ടിപ്പുമായി അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറ്റാം. ഓക്കെ, ഇത് ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ളത്. സാർ ഒന്ന് സ്റ്റേജിലേക്ക് വരാം സാർ. ആരെ ഓഡിയൻസ് കുഴപ്പമില്ല, ആരെയും കുഴപ്പമില്ല. ഓക്കെ, ആരെങ്കിലും ഓഡിയൻസിന്റെ ഭാഗത്ത് ആരെങ്കിലും ഒരാള് ഒന്ന് സ്റ്റേജിൽ വരുന്നത് സാർ. പറയട്ടെ, ആരെങ്കിലും ഒരാൾ മോൻ വാ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും സംതിങ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഇതൊന്ന് ചെക്ക് ചെയ്യും, മോനൊന്ന് ചെക്ക് ചെയ്യാം. കൈ മുറിച്ച് ചെക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ ഒറിജിനലാണോ? ഇവിടെ ഒറിജിനലാണ്. ഓക്കെ, അപ്പൊ നല്ല നിറങ്ങൾ കൈയ്യടി എല്ലാവരും. താങ്ക് യു സോ മച്ച്. ചെറിയൊരു വെടിക്കെട്ടോട് കൂടിയാണ് എൻ്റെ ഒരു മണ്ണ് ആരംഭിക്കുന്നത്. ഒരു തീയില്ലാത്ത ഒരു മിനി വെടിക്കെട്ട്. Yeah.